വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്വിങ് ടോക്കീസ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഒരു ഫാമിലി ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പൻ്റെ ഫാമിലീൻ്റെ കൂടെ നമ്മൾ ഇന്ന് വയനാടേക്ക് ടൂർ വന്നതാണ്. ഒരു റിലേറ്റീവിൻ്റെ തന്നെ റിസോർട്ടാണ് കേട്ടോ. റിസോർട്ടിൻ്റെ പേര് ദ ലാവൻഡർ വുഡ്സ് ബൈ 360. അപ്പം അവിടത്തേക്കാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഫാമിലീസിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുമല്ലോ. ഇതിന് മുമ്പേ നമ്മൾ ഇവരെ കൂടെ തന്നെ ട്രിപ്പ് വന്നിട്ട് അത് അടിപൊളിയാണ്. അത് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഈ ട്രിപ്പിനേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ കൂടെയുള്ള ട്രിപ്പൊന്നും നമ്മൾ മിസ് ചെയ്യല്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളാണ് കേട്ടോ വന്നത്. പിന്നെ അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്, ഓരോ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നേരെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തി. അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വരി. അപ്പോഴത്തേക്ക് നമ്മൾ റിസോർട്ടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് പോയി നോക്കട്ടെ കേട്ടോ. അപ്പം നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എന്താ പറയുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്കൊക്കെ ഇപ്പം തന്നെ അടിച്ചോളി. അപ്പോൾ നേരെ വീഡിയോ. നമ്മൾ ചുരം കയറുന്നതിന് മുമ്പുള്ള മാന്തല് അയില ചെമ്മീൻ മസാല ഗൈസ്, അങ്ങനെ നമ്മൾ സാധാ ചോറാണ് കേട്ടോ വാങ്ങിയത്. ഇവിടെ ചോറിന് 60 രൂപയാണ്. പിന്നെ മീൻ പൊരിച്ചതിനാണ് വില കേട്ടോ. മീൻ പൊരിച്ചതിന് ഒരു കഷ്ണത്തിന് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി വാങ്ങാതെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരമൊക്കെ കയറി പോകുന്നതാണല്ലോ. അപ്പോൾ ഈ ബിരിയാണി തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമതൊരു ക്ഷീണമായിരിക്കും. അപ്പോൾ ഈ വളവും തിരിവ് കഴിയുമ്പോൾ എന്തായാലും ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരും. പക്ഷേ സാധാ ചോറാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ സാധാ ചോറ് നാളെ വീട്ടിൽ തിന്നുന്നത്, അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം നമ്മളങ്ങനെ ആ ചോറൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ അമ്മയും ലിയയും കൂടെ ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട് കേട്ടോ. വേറെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. പിന്നെ ഓല് റൂമൊക്കെ റെഡി ആക്കുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് കയറിയില്ല. ഓല് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കയറാമെന്നുള്ള ഇതിൽ നിൽക്കേനു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ ഒരുപാട് റൈഡ്സ് ഒന്നുമില്ല. ഊഞ്ഞാലുണ്ട്, സീസോ ഉണ്ട്, പിന്നെ സ്ലൈഡ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ വലിയ ആൾക്കാർ കളിക്കാൻ ഷട്ടിൽ ബാറ്റിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, അതാണ് അവിടെ ഉള്ളത് കേട്ടോ, മുകളിലുള്ളത്. പിന്നെ ഒരു സ്വിമ്മിങ് പൂളുണ്ട്. അത് പിന്നെ കോമൺ എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ളതാണ്. ഇതിപ്പം മുകളിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് റൂമിലേക്ക് കയറിയിട്ട് അപ്പോൾ ഇവിടെ റെഡി ആയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ കയറിയതാണ്. TV ഉണ്ട്. എന്ത് എന്താ ഉള്ളത്? 2 അട്ടിയുള്ള എവിടെ? ഇവിടെ അതുപോലെ തന്നെ. എന്നാ അമ്മക്ക് ഇവിടെ നിൽക്കാട്ടോ. എനിക്കിതാ ഇഷ്ടം ഈ അട്ടിയുള്ള ലിയൻ്റെ പേരെ. ഞാനും ഇവിടെ. അമ്മക്ക് രണ്ടാക്കും ഒരു ബെഡ് കിടക്കാം. സമയ രസം ഉണ്ടാവേ. നമ്മളിപ്പോൾ ഈ ഹോസ്റ്റലൊക്കെ കാണുന്നതല്ലേ രസാണ്. അവിടെ എങ്ങനെയല്ലേ? അല്ലൂസ് ഞാനും മോളാ. അവിടെ യൂഹ സ്വിമ്മിങ് പൂളുണ്ട്. വാ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ.
ഇവിടെ ഗൈസ് ക്യാമ്പ് ഫയറിനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് കേട്ടോ. രാത്രി നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇവിടെ ചുറ്റും ഒരു കാട് പ്രദേശമാണ് ഉണ്ടോ. ഗൈസ് അവർക്ക് തന്നെ വേറൊരു റിസോർട്ട് ഉണ്ട്, ജുമാൻജി എന്നാണ് കേട്ടോ അതിൻ്റെ പേര് നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ ഗൈസ്. അപ്പോൾ ഇത് ഒരു കാടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഗൈസ് ഈ ജുമാൻജിയിൽ ഒരൊറ്റ റൂമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരു ബാത്റൂം, പിന്നെ ഒരു ചെറിയൊരു അടുക്കള കേട്ടോ. അടുക്കള എന്ന് വെച്ചാൽ ഒരാൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് അടുക്കള. പിന്നെ മറ്റേ റിസോർട്ടിനെക്കാട്ടും ഇതുമായിട്ട് ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ അതിനെക്കാട്ടി കുറച്ചും കൂടെ കാടുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെല്ലാവരും ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടോ. അപ്പോൾ ഓല കൂടാണ് ജുമാൻജിയിലേക്ക് വന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ബാത്റൂം കേട്ടോ, ഒരു കുഞ്ഞു ബാത്റൂം. അത്യാവശ്യം ചെറിയൊരു സ്പേസാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഈ ജുമാൻജിയിലെ ബാക്കിയുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല, അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞടുക്കള, ഒരാൾക്കേ ഒരു സമയത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ അത്യാവശ്യം നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയൊരു കോഫി ടിന്നുണ്ട്, പിന്നെ പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കാടുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. രാത്രിയൊക്കെ ഇവിടെ വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവും തോന്നുന്നു മറ്റേതിനേക്കാളും. പിന്നെ അവിടെ ഒരു ചെറിയൊരു സോഫ സെറ്റൊക്കെ ഉണ്ട്. ഇവിടെ പുറത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത്. അപ്പോൾ പിന്നെ നമ്മളിനി പതുക്കനെ മറ്റേ റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ താഴെ ഒരു സ്പേസ് കണ്ടപ്പോൾ എല്ലാവരും എന്നാൽ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോ ഒക്കെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അവിടെ നിന്ന്. അതല്ല ഉമ്മ പിടിച്ച് അവിടെ ആ മതിൽ വരെ ഉഗുന്നാ തോന്നുന്നത്. അങ്ങോട്ടങ്ങനെ വീണോവോ? ഗൈസ് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ രാത്രിത്തെ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അവിടെ ഇതാ കുറച്ച് ആൾക്കാർ എന്താ പറയുക ഷട്ടിലും കളിക്കുന്നുണ്ട്, ഫുട്ബോളും കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരെയും കാണിച്ചിരുന്നുണ്ട്. രാത്രിയാണ് ഇവരെ പരിപാടികൾ. എന്താ പറയുക ഡാൻസും പാട്ടും ഗെയിംസും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇപ്പം എല്ലാം നമ്മൾ എന്താ പറയുക ഒക്കെ വെയിറ്റിങ്ങിലാണ് ഇപ്പം എല്ലാവരും രാത്രിത്തേക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പിന്നെ കുറച്ച് ആൾക്കാർ ഡ്രസ്സൊക്കെ മാറ്റാൻ പോയി. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആണ് ഇനിയും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മളെ കൂടെ കളിക്കാൻ അതാ ഒരു പുതിയ ആളും കൂടെ വന്നിട്ടുണ്ട്, വാവയും കൂടെ ഉണ്ട് കേട്ടോ. ഈദിൻ്റെ വ്ളോഗിൽ നിങ്ങൾ ഈ വാവനെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവരും കളിക്കുന്നുണ്ട്, അപ്പം മൂപ്പർക്കും കൂടെ കളിക്കണം എന്നുള്ളതിൽ അങ്ങനെ കയറിയതാണ് കേട്ടോ. ആൾ പെട്ടെന്ന് എല്ലാവരുമായിട്ട് വേഗം ബ്ലെൻഡ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ഓൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കട്ടെ. അതിന് മോള് കണ്ടോ? ഹായ് പറ ഹായ് പറ. ആ ബ്ലോഗാ. ലിയോന്റെ കണ്ണ് ആ ലൈറ്റ് ആ മതി, കണ്ണിന് മതി. മൂക്കറിയില്ല.
ഹായ് എങ്ങനെ പറയും? ഗൈസ്, അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇതാ രാത്രിയായി. അങ്ങനെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊറാട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി റേജത്താത്തൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ചെമ്പ് നിറച്ചും കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞു എല്ലാവരും പോയി ഫുഡ് കഴിച്ചോളി. അങ്ങനെ നമ്മളിത് ആ ഫുഡ് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് കുറച്ച് നേരം കരിമുത്താപ്പൻ്റെ അടിപൊളി പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു ക്യാമ്പ് ഫയറിൻ്റെ ഒരു ഏരിയ ഉണ്ടെന്ന്. അവിടെ എല്ലാവരും ഇരിക്കുകയാണ്. ഇനി നമ്മൾ കരിമുത്താപ്പൻ്റെ കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ കേട്ട് കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് പിന്നെ റൂമിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. റൂമിലേക്ക് കയറിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ. രാവിലെ ആകും വരെ അവിടെ ഗെയിംസും ഓരോ ഡാൻസും അങ്ങനെയൊക്കെ ആയിട്ട് പോവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പാട്ട് കേൾക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഗുണമണിയായ റസൂലുള്ളാഹ് തന്നി പകരും ഗുരുനൂറുള്ളാഹ് ഇഹവര നബിയം ഹബീബുള്ളാഹ് ഇറയോന്റെ കനിയേ സുല്ലല്ലാഹ് ഗുണമണിയായ റസൂലുള്ളാഹ് തന്നി പകരും ഗുരുനൂറുള്ളാഹ് ഇഹവര നബിയം ഹബീബുള്ളാഹ് ഇറയോന്റെ കനിയേ സുല്ലല്ലാഹ് മർഹബാ യാ നൂറൈനി മർഹബാ യാ ഖദൽ ഹുസൈനി മർഹബ മർഹബ നൂറി മുഹമ്മദ് മർഹബ 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 ഗൈസ്, ഇനി അടുത്ത നമ്മൾ ഗെയിംസിലേക്ക് പോവാണ് കേട്ടോ. ആദ്യം മക്കളെ ബലൂൺ ഫില്ലിംഗ് ആണ്. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര കുട്ടികളാണ് കേട്ടോ ഉള്ളത്. ഇനി ചെറിയ മക്കളത് വേറെ തന്നെ ആയിട്ടാണ് റൗണ്ട് ഉള്ളത്. ഇത് ബലൂണ് വീർപ്പിച്ച് പൊട്ടിക്കലാണ് കേട്ടോ ടാസ്ക്. ഗൈസ്, ഇനി വലിയ ആൾക്കാരെ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കലാണ് കേട്ടോ. ഇപ്പം ആണുങ്ങൾ തന്നെ, ഈ പെണ്ണുങ്ങളത് വേറെ ഉണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ ഒരു നേരം, ഇന്നലെ രാത്രി അല്ല ഇന്നും കുറച്ചൊക്കെയാണ് ശരിക്കും കിടന്നത്. 5:30 അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കിടക്കുമ്പോൾ. പിന്നെ 9:30 കഴിഞ്ഞ് എണീക്കുമ്പോൾ. പക്ഷെ നേരം വൈകി കിടന്നിട്ട് നേരം വൈകിയൊന്നും എണീച്ചിട്ടൊന്നുമില്ല. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. വേണ്ടിയിട്ട് പോവാണ് രാവിലെ. എന്നിട്ട് ഫുഡൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ പിന്നെ അന്താക്ഷരി കളിച്ച് പിന്നെ കുറേ കളികൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഗൈസ്, ഇനി കുറച്ച് നറുക്കെടുപ്പാണ് കേട്ടോ. ലക്കി കിഡ്, ലക്കി മരുമോള്, ലക്കി മകള്, ലക്കി മരുമകന്, അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അത് നമ്മൾ ടൂറിന് പോയപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ പ്രാവശ്യം ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ലക്കി കിഡ് ആരാ നോക്കുകയാണേ. ലക്കി ഡോട്ടോ ആരാണെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലക്കി ഡോട്ടർ മോചനം കിട്ടിയിരിക്കുകയാണ്.
ലക്കി സൺ തൻവീർ ആണ് എടുത്തിരിക്കുന്നത്. ലക്കി സൺ അബീബ് റഹ്മാൻ ബുക്കിന് ലക്കി സൺ എടുത്തിരിക്കുന്നത്. ലക്കി മരുമകൾ ലക്കി സണ്ണിനും ലക്കി ലോട്ടറിക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് താജ് ഫ്ലോറിംഗ് ആറും സ്പോൺസർ ചെയ്തിരിക്കുന്ന 2 തേൻ മുട്ടായിയാണ്. എല്ലാവരും കൈയെടുത്ത് പ്രോത്സാഹിക്കും. രണ്ടെണ്ണം താജ് ഫ്ലോറിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്ന. നെക്സ്റ്റ് ലക്കി ബ്രദർ ഇൻ ലോ മരുമകൾ ഡോട്ടർ ഇൻ ലോ. ലക്കി മരുമകൾ സാജി പുത്തനാരി ബെസ്റ്റ് മരുമകൾ. നെക്സ്റ്റ് മരുമകൻ ലക്കി മരുമകൻ. അതെ, എടുത്തിരിക്കുന്നത് ആറുൾ താജ് ഫ്ലോറിംഗ് സംസ്ഥാന സെക്രട്ടറി ആറുൾ താജാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ പേരക്കുട്ടികൾ ലക്കി പേരക്കുട്ടികൾ. നെക്സ്റ്റ് ലക്കി പേരക്കുട്ടികൾ എടുക്കുന്നത് നറുകെട്ട് പിടിക്കുന്നത്. അതെ, ജുമാൻജിയുടെ ഓണർ ഷബ്ന നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അതാണ് മാഹർ ലക്കി കപ്പിൾ നറുക്കെട്ട് പിടിക്കുന്നത്. ഇക്കച്ചി പുത്തനാരിയാണ് എടുക്കുന്നത്. ലക്കി കപ്പിൾ. റംസി പറയാണ് ഞാൻ അങ്ങോട്ടെങ്കിൽ പോട്ടെ. അതിന് ചേഞ്ചർ വ്യത്യാസമുണ്ട്. റഹീജ മുസ്തഫാണ്. ഗൈസ്, അടുത്തത് ചെറിയ മക്കളെ ബോൾ പാസിങ് ആണ് കേട്ടോ. ആദ്യം ക്യാപ്പ് പാസ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ ക്യാപ്പ് നമ്മൾ ബോൾ പാസ് ചെയ്യുന്നതിൻ്റെ അത്ര പെട്ടെന്ന് പാസ് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ അവസാനം ബോൾ പാസിങ് തന്നെ ആക്കി. അപ്പോൾ ഇനി നമുക്കിത് കാണാം അല്ലേ. ഗൈസ്, ഇനി അടുത്തത് വലിയ ആൾക്കാരെ ബോൾ പാസിങ് ആണ് കേട്ടോ. ചെറിയ മക്കളത് നോക്കി നിൽക്കുന്നതിനെക്കാട്ടും പണിയാണ് ഇവരത് നോക്കി നിൽക്കുന്നത്. കാര്യം ഇവർ എന്തായാലും ഫൗള് കളിക്കും എന്നുള്ളത് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ 3-4 ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഫൗള് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സമ്മതിച്ചൊന്നും തരൂല. അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുത്താൽ എന്നാൽ പിന്നെ ഓല ഇനി കച്ചറ ഉണ്ടാക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവരെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ണായത് ചെറിയ മക്കളതിനെക്കാട്ടിയും ഇവരിങ്ങനെ കച്ചറ ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു രസം തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഓരോ വീഡിയോ കാണാം അല്ലേ.
ഗൈസ് ഇനി അടുത്തത് ലേഡീസിൻ്റെ ബോൾ പാസിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കണ്ടിട്ട് പോരി. റംസി ഗൈസ് ലിയക്ക് ബോൾ പാസിങ്ങിൽ ഫസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മന്തിയാണ് കേട്ടോ. ആ ഗൈസ് അങ്ങനെ ഇതാ മന്തി നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാവരും ഇതാ അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവിടെ സീറ്റില്ല, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം മന്തിയാണ് കേട്ടോ. ഒന്ന് ചിക്കൻ മന്തി കഴിച്ചോക്കട്ടെ. ഞാൻ കഴിച്ചു കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. കഴിഞ്ഞ ഗെയിംസിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് വിന്നേഴ്സിനാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഗിഫ്റ്റ് ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക് ഒരു സങ്കടം വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാര്യം ആ വീഡിയോ കൂടെ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് നല്ലതുപോലെ കൂടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോറടിയാവും. നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കുക എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ ഇതിൽ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ കട്ട് ചെയ്ത് ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഗിഫ്റ്റ് പ്രോത്സാഹന സമ്മാനമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. ഇനി എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഇനി നമ്മൾ എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു ഫാമിലി വ്ളോഗായിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ, ഞങ്ങളെ ഫാമിലി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് പറയാ, നിങ്ങൾ പറയാ. അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാലേ നമ്മൾ ഇടുന്ന അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു കിടു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരെ ബൈ.